ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ കറിയാണ്. നമ്മുടെ ചെറുപയറും വെള്ളരിക്കയും തക്കാളിയും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ സമയത്ത് തന്നെ വെള്ളരിക്ക ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസുകളായിട്ടല്ല കേട്ടോ, ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വേഗം കുക്കാവാനാണ്. നമ്മളത് കുക്കറിലല്ല കുക്ക് ചെയ്യുന്നത്. കുക്കറിലാണെങ്കിൽ കുറച്ചുകൂടി വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തോളൂ. പിന്നെ തക്കാളി ആണെങ്കിലും ഇതുപോലെ ചെറിയ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. കുക്കറിൻ്റെ പ്രഷർ പോയിട്ടേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അരപ്പിനായിട്ട് നമുക്ക് വേണ്ടത് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുക. കുറച്ചധികം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറിയായിട്ടാണ് ചെയ്യുന്നത്. പയറായതുകൊണ്ട് തന്നെ ഒന്ന് കുറുകി വരികയും ചെയ്യും. അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അരപ്പില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പ്രഷർ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ കണ്ടോ, പയർ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ തന്നെ ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ തക്കാളി, പിന്നെ നമ്മുടെ വെള്ളരിക്ക. ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിനി വെയിറ്റ് ഇടാതെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇത് വേഗം കുക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ഇട്ട് വേവിക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് വെയിറ്റ് ഇടാതെയാണ് അടച്ചു വെക്കാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ അടച്ചു വെക്കുന്നേ ഉള്ളൂ കേട്ടോ, വെയിറ്റ് ഇടാതെ ഇതുപോലെ അടച്ചു വെക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നില്ല കുക്കർ. ഇതുപോലെ വെറുതെ ജസ്റ്റ് ഒന്ന് അടച്ച് കവർ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. നമുക്ക് കുക്കറിൻ്റെ അടപ്പ് തന്നെ വേണമെന്നില്ല, വേറെ ഏത് അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയും തക്കാളിയും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, വെള്ളരിക്കയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഞാൻ ഉടച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, ഉടയ്ക്കാതെ തന്നെയാണ് അരപ്പ് ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുറുകിയതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ അധികം വെള്ളം ചേർക്കുന്നില്ല, കുറച്ച് കുറുകിയ രീതിയിൽ ഇരിക്കട്ടെ കറി എന്ന് വെച്ചിട്ടാണ് അധികം വെള്ളം ചേർക്കാത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആവി വരുന്നത് വരെ ഇളക്കി ചൂടാക്കി എടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് എരിവുണ്ടാവും, നമ്മൾ മുളക് പൊടിയും ചേർത്തതാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. തിളക്കരുത്, ചൂടായാൽ മതി. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, നന്നായി ആവി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. ഞാനിപ്പോൾ ഈ ബർണറിൽ നിന്ന് മാറ്റി വയ്ക്കട്ടെ. വറവ് ചേർക്കാനായിട്ട് ഒരു പാൻ വയ്ക്കുക. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉള്ളി ചേർക്കാം. ഇത് 3 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിനി വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം.
ഒരു തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ കറിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഉപയോഗിക്കരുത്. നന്നായിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ ചൂടോടെ കറി ഉപയോഗിക്കുമ്പോൾ കറിയുടെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില കറികൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുത്തു പറയാറുണ്ട് ഈ കറി ചൂടോടെ ഉപയോഗിക്കരുതെന്നുള്ളത്. അതുപോലെ നമ്മൾ കുറച്ച് സമയം മുൻപേ ഉണ്ടാക്കി വെക്കേണ്ട കറിയാണിത്. പിന്നെ വറവിടാൻ ഉള്ളി തന്നെ ചേർക്കുക. നമ്മൾ സവോള ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉള്ളി ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങുന്നുണ്ട്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഞാൻ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് തുറക്കാം. അടച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറവിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കേണ്ട. നമുക്ക് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇളക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്തും കൂടി കൊടുക്കില്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.